വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ ഒരു 3 ഉള്ളി മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. പച്ചമണം പോകുന്നതിനൊന്ന് വഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഡ്രൈഡ് ലെമണും 1 സ്പൂണ് കുരുമുളകും 2 മാഗി ക്യൂബ്സും അതുപോലെ ഒരു ബേ ലീഫ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇതിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 3 തക്കാളി വേവിച്ചിട്ട് തൊലിയാളതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂണ് അറബിക് മസാലയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മജ്ബൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല വൃത്തി ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതിലേക്ക് 7 കപ്പ് അരിയാണ് എടുക്കുന്നത്. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് ഇരട്ടിയായിട്ട് 14 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ചിക്കനിലേക്ക്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വേണ്ടത്. പിന്നെ ഇതിന് 10 മിനിറ്റിന് ശേഷം നമ്മൾ ഈ ചിക്കനെ കോരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 7 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. ഇത് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. ഈ വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ കുറുക്കി വരും. അതുവരെ നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ നേരത്തെ റൈസിൽ കോരി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് അറബിക് മസാലയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായ അരിനൊന്നും തുറന്നു നോക്കിയിട്ടുണ്ട്. ഇത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടി വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ തുറന്നു നോക്കുമ്പോഴത്തേക്ക് നമ്മൾ റൈസ് ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുക. ഇതിൻ്റെ എരിവ് നല്ല രീതിയിൽ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി അടച്ചു വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്ടീൻ്റെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 തക്കാളി വേവിച്ചിട്ട് തൊലിയാണത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. അപ്പോൾ ഇതിനെ ബ്ലെൻഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുക്കുക. കൂടുതലാവാൻ പറ്റില്ല, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കേട് ഒഴിച്ച് കൊടുക്കുക. ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെയും കൂടി നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചട്നിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ആക്കി വെക്കുക. അപ്പോൾ നമ്മൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.